ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെറിയൊരു പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ രേവതിയുടെ സച്ചിയുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും അതുപോലെ തന്നെ റൊമാൻറ്റിക് എപ്പിസോഡ് ഇതൊക്കെ തന്നെയാണ് പറയാറുള്ളത്. ഇന്ന് നമുക്ക് എന്തായാലും ഒരു ഇമോഷണൽ എപ്പിസോഡിനെ പറ്റി പറയാം കേട്ടോ. അത് നമുക്ക് ഇനി ചെമ്മനിൽ പോലും വരാതിരിക്കുന്ന ഭാഗത്തെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, സച്ചി നല്ല രീതിയിൽ തന്നെ മദ്യപിക്കൂലേ. പക്ഷേ ഇതൊന്നും തന്നെ ഡ്യൂട്ടി സമയത്ത് ചെയ്യാറില്ല എന്നതും നമുക്കറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ സച്ചി പോലും അറിയാതെ സച്ചി ഒരാൾ ചതിക്കുകയാണ് കേട്ടോ. അതായത് ഡ്യൂട്ടി സമയത്ത് സച്ചി മദ്യപിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ വൈറലാവുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സച്ചിയുടെ ലൈസൻസ് കട്ടായി പോകുന്നുണ്ട്. സച്ചി പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കുറച്ചധികം ഇമോഷണൽ ആയിട്ടുള്ള എപ്പിസോഡ് നമുക്ക് വരാനുള്ളതാണ്. അത് ആരാണെന്നുള്ളത് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അതൊന്ന് ആ വീഡിയോ ഒന്ന് കയറി കാണണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണിത്. അങ്ങനെ നമ്മുടെ സച്ചി മദ്യപിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. സച്ചിനെ പലരും ഓട്ടം വിളിച്ചിട്ട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വേഗം തന്നെ ഓട്ടമൊക്കെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ രേവതി അടക്കം എല്ലാവരും തന്നെ സച്ചിയെ തള്ളി പറയുകയാണ് കേട്ടോ. എന്തെങ്കിലും ചെറിയ കാരണം കിട്ടാൻ നോക്കിയിരിക്കുന്ന നമ്മുടെ ശ്രുതിയും നല്ല രീതിയിൽ തന്നെ സച്ചിയെ കളിയാക്കുന്നുണ്ട്. ഞാൻ പണം എടുത്തുകൊണ്ട് മുങ്ങിയവനാണ്, എന്നൊരു കള്ളനാണ് എന്നൊക്കെ രീതിക്ക് നീ ഞാൻ ചിത്രീകരിച്ചില്ലേ. പക്ഷെ നിന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയധികം ഡീസൻ്റ് ആണ് എന്നൊക്കെ നമ്മുടെ സച്ചിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇതുപോലെ തന്നെ ശ്രുതിയും സംസാരിക്കുന്നുണ്ട്. സച്ചിയെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ശ്രുതി എത്രയോ ഭേദമാണ് എന്നൊക്കെ രീതിക്കൊക്കെ നല്ല വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും തള്ളിക്കറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് സച്ചി രവിയുടെ അടുത്ത് നിന്ന് പറയുന്നത്, അച്ഛ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, എന്നെ ഒരു ഓട്ടം വിളിച്ചാൽ പോലും ആരും വരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേഗം തന്നെ ശ്രുതി പറയുന്നുണ്ട്, എങ്ങനെ നിന്നെ ആൾക്കാർ ഓട്ടം വിളിക്കും, നിന്റെ ഇപ്പം പടമാണ് ഇപ്പോൾ വീഡിയോയിൽ ഫോണിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്, കുടിച്ച് നടക്കുന്ന നിന്നെ ആര് വിശ്വസിച്ച് ഓട്ടം വിളിക്കും എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുടിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്രുതിയുടെ നേരെ അടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ രവി സച്ചിയെ പിടിച്ചു നിർത്തിയിട്ട് സച്ചിയുടെ കർണത്തിനെയൊക്കെ അടിക്കാനായിട്ട് കൈ ഓങ്ങുവാണ് കേട്ടോ. ഇത് ഈ ഒരു കാഴ്ച കണ്ട് നിൽക്കുന്ന രേവതിയെ കാണുമ്പോഴത്തേക്കും സച്ചിയുടെ മുഖത്തേക്ക് വീഴാൻ നിൽക്കുന്ന കൈ പാതിക്ക് വെച്ച് രവി താഴ്ത്തുകയാണ് കേട്ടോ. കാരണം സ്വന്തം ഭാര്യയ്ക്ക് മുന്നിൽ വെച്ച് ഭർത്താവ് തല്ല എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലൊരു ഏർപ്പാടല്ല എന്ന് രവിക്ക് അറിയാം. അത് മാത്രമല്ല അത് ചങ്ക് തകർക്കുന്ന ഒരു കാഴ്ചയാണെന്നും നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രവി സച്ചിയെ തല്ലാതെ കൈ താഴത്തേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴും എല്ലാവരും തള്ളിക്കളയുമ്പോഴും സച്ചിയെ ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ രവി. ആ ഒരു രവി തന്നെ സച്ചി സത്യം പറഞ്ഞിട്ടും മനസ്സിലാക്കാതെ വന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കുള്ള സച്ചിയുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ സിറകടിക്കുമാസയിൽ നല്ല അടിപൊളിയായിട്ടാണ് മുത്ത് ചെയ്തേക്കുന്നത് കേട്ടോ. എന്തായാലും ആ ഒരു ഭാഗം മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് സച്ചി തകർക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അങ്ങനെ ഒരു ഇമോഷണൽ എപ്പിസോഡും നമുക്ക് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.